കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് ആ കളഭാലങ്കാരത്തിലൂടെ നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഞ്ജുള വാരസ്യാരെയും അതേപോലെ ആ ഗരുഡ ശില്പം കാണാം. അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശമുണ്ട്. നെയ്വിളക്കുന്നതിൻ്റെ പ്രകാശം ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണിയാണ്. അരയിൽ അരമണി ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ നൂലുകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിലൊരു കദളിപ്പഴമുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. പിന്നെ മാറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാ മാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ ചുണ്ടത്ത് നല്ല പുഞ്ചിരിയുണ്ട്. കാരണം കദളിപ്പഴമൊക്കെ കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 3 ഉണ്ട്. തെച്ചി തുളസി ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളത്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടി ഉള്ളത്. അതേപോലെ ഉണ്ടമാല 2 ഉണ്ട്. അത് നല്ല കടുത്ത താമരയുണ്ട്. അതേപോലെ തെച്ചിയും കൂടി ഉള്ളത്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടി ഉള്ളത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഗണേശൻ്റെ അവിടെ കയറുമ്പോൾ കാണാനുള്ളത് കിരീടം വെച്ചിട്ടുണ്ട്. മുഖത്ത് കളഭം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല നെക്ലസ് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കാതിലൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നീട് അനന്തപത്മനാഭനെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ നല്ല താമരമാലകളുണ്ട്. അതേപോലെ തുളസിമാലകൾ മേലെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കാണാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. സാഷ്ടാംഗം നമസ്കരിച്ച് അതിന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് മുരുകൻ്റെ അവിടെ വരുമ്പോൾ ശ്രീകൃഷ്ണനും ഉണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്. മുരുകനും കുറേ കളഭം ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് ധാരാളം മാലകളുണ്ട്. വെറ്റില മാല ഉണ്ട്, ചുവന്ന മാലകളുണ്ട്, കുങ്കുമമുണ്ട്, എല്ലാം ഉണ്ട്.
ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്കേ നടയിലേക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം ഇങ്ങനെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും ആ കെടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത അറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കുറൂരമ്മയും മേൽപ്പത്തൂരും നാരദരെയും ആ വസുദേവരെ ആ ഉണ്ണീനെയും കൊണ്ട് പോരുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഗോളക തന്നെയാണ്. പക്ഷേ നല്ല ചുവന്ന പട്ടമൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ആ പുറകുവശത്ത് പച്ച കളറിൽ ഉണ്ട്. പിന്നെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്, നെക്ലസ്സൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരു കയ്യിൽ കദളിപ്പഴവും മറു കയ്യിൽ പൊന്നോടക്കോഴിലും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന വിളക്ക് കാണാം, കടാവിളക്ക്. അത് കഴിഞ്ഞ് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് നേരെ അയ്യപ്പസ്വാമീനെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ആകെ ഒരു തേജസ് ഇങ്ങനെ കാണാണ്ട്, നല്ല പട്ടിൻ്റെയൊക്കെ തിളങ്ങണ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് പിന്നീട് നമ്മൾ കൂവളത്തെ വന്ന് പ്രദക്ഷിണം ചെയ്യുക. തെക്കേ നടയിൽ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.